ചർച്ച വരുന്ന സമയത്ത് എന്താ ശരിക്കും മുന്നണിയിൽ നിന്ന് അവർ പറയുന്ന കാര്യം എന്തുകൊണ്ട് മന്ത്രിസ്ഥാനം തരുന്നില്ല എന്നുള്ള കാര്യത്തെപ്പറ്റി പ്രതീക്ഷനെ കത്തുകൾ നൽകിയ സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു മറുപടി വന്നിട്ടുണ്ടാവും? ആ രീതിയിൽ മറുപടി നൽകിയിട്ടില്ല. ഗവൺമെൻറ് വന്നപ്പോൾ ഞങ്ങൾ ഉന്നയിച്ചിരുന്നു, അപ്പം പറഞ്ഞു ഇപ്പമില്ല എന്ന രീതിയിലാണ് പറഞ്ഞത്. ഇതൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുടെ ഒരു പശ്ചാത്തലം കൂടി കേരളത്തിൽ ഇടതുപക്ഷത്തിനുണ്ട്. ഈ ഉഭയകക്ഷി ചർച്ച ഉണ്ടായില്ലെന്ന് പറഞ്ഞു. ഈ ചർച്ചകളില്ലാതെ ഏകപക്ഷീയ സ്വഭാവം സ്വീകരിക്കുന്നതിന്റെ ഒരു പ്രതിഫലന റിസൾട്ട് എന്ന് വായിച്ചെടുക്കാം. ഒരു തോൽവി വന്ന സമയത്ത് മുന്നണി അങ്ങനെ കുറ്റപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. തോൽവി നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൽ വീഴ്ചകൾ പരിഹരിച്ച് മുന്നോട്ട് പോകണം, ജനങ്ങളെ വിശ്വാസത്തിലെടുക്കണം. 2026 നടക്കുന്ന തെരഞ്ഞെടുപ്പിലും 25 നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നല്ല മുന്നേറ്റം ഉണ്ടാക്കണം. ഒരു തോൽവിയുടെ പശ്ചാത്തലത്തിലൊന്നും അങ്ങനെ ആ രീതിയിൽ പറയുന്നത് രാഷ്ട്രീയ മാന്യതയല്ല. സാർ, ഇക്കാര്യങ്ങളിൽ എപ്പോഴെങ്കിലും ഒരു ധാരണ വന്നിരുന്നു? ഈ മന്ത്രിസ്ഥാനത്തിലും രാജ്യസഭാസിന്റെ കാര്യത്തിലും എപ്പോഴും അവരൊരു ഉറപ്പായിട്ട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ട് തരാമെന്നാണ്? ഞാനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞതല്ലേ. ഇല്ല, ഈ കഴിഞ്ഞ 2020 രാജ്യസഭാ സീറ്റ് CPI വേണമെന്ന് പറഞ്ഞാൽ അവർ അതിൻ്റെ ഒരു റേഷ്യോ ഒക്കെ വെച്ചു. ഞാൻ പറഞ്ഞത് അങ്ങനെ CPI നമ്മൾ സീറ്റ് എടുക്കുമ്പം അടുത്തോട് വരുന്ന സമയത്ത് ഞങ്ങൾക്ക് തരണ്ടേ. അപ്പോൾ CPM ആ മനോഭാവം കാണിച്ചു, അവർ വിട്ടുവീഴ്ച ചെയ്ത് കേരള കോൺഗ്രസിൽ കൊടുത്തു. എന്തുകൊണ്ട് CPI ഇത് ചെയ്തില്ല? ഈ മുന്നണി മാറ്റം ഇപ്പോൾ നിലവിൽ പാർട്ടി ആഗ്രഹിക്കുന്നില്ല എങ്കിൽ പോലും അർഹമായ പരിഗണന ലഭിച്ചില്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ചിന്തിക്കപ്പെടും. അത് അപ്പം ആലോചിക്കാം. ഇപ്പോൾ റൊട്ടേഷൻ അടിസ്ഥാനത്തിലാണെങ്കിൽ 2027 രാജ്യസഭ ഒഴിവ് വരിക. അതുവരെ വെയിറ്റ് ചെയ്യാൻ അല്ല, അതിന് ഒഴിവ് വരുമ്പോൾ നോക്കാൻ പറ്റുള്ളൂ. അത് ഞാൻ പലതവണ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞല്ലോ. അത് പിന്നെ ആ ചോദ്യത്തിന് എന്താ പ്രസക്തിയുള്ളത്? സൈബർ ഇടങ്ങളിലൊക്കെ തന്നെ മാതൃഭൂമിക്കെതിരെ CPM-ന്റെ വലിയ പ്രചരണവും പ്രവർത്തനവും തന്നെയുണ്ട്. താങ്കൾ കൽപ്പറ്റ മത്സരിക്കുമ്പോഴാണ് വലിയ അധ്യക്ഷവും മറ്റുണ്ടായിരുന്നത്. അത്തരത്തിലുള്ളൊരു പ്രശ്നം കൂടി ഇതിനെ സ്വാധീനിക്കുന്നതായി. മാതൃഭൂമിയുടെ കാര്യം ഇവിടെ പറയുന്നില്ല, കാരണം ഞാനിപ്പം പാർട്ടി പ്രസിഡൻ്റായിട്ടാണ് നിങ്ങൾ കാണുന്നത്. സൈബർ ഇടങ്ങളിൽ നടന്ന അക്രമം കൽപ്പറ്റ സീറ്റ് കളഞ്ഞു കുളിച്ചു എന്നാണ് ചരിത്രം അറിയാത്തതുകൊണ്ട് പറയുന്നതാണ്. ഈ കൽപ്പറ്റ സീറ്റ് 2016 മുമ്പേ കോൺഗ്രസും ലീഗുമില്ലാതെ ജയിച്ചത് എൻ്റെ പിതാവും ഞാനും മാത്രമാണ്. ആ ചരിത്രം ഒന്ന് പഠിക്കുന്നതല്ല. UDFൻ്റെ ഉറച്ച സീറ്റാണ് കൽപ്പറ്റ എന്ന് പറയുന്നത്. ഞാൻ 2016 മത്സരിക്കുമ്പോൾ ഏകദേശം 18,000 വോട്ടിനടുത്ത് തോറ്റ മണ്ഡലത്തിലാണ് ഞാൻ മത്സരിച്ചത്. എന്നിട്ടാണ് പറയുന്നത് കൽപ്പറ്റ LDFൻ്റെ ഉറച്ച സീറ്റ് എന്നുള്ളത്. ചരിത്രം പഠിക്കുക. എൻ്റെ അച്ഛൻ്റെ അച്ഛൻ 52-ലും അച്ഛൻ 87-ലും 2006 ഞാനും മാത്രമാണ് കോൺഗ്രസിൻ്റെ സപ്പോർട്ടില്ലാതെ അവിടെ ജയിച്ച ഏക സ്ഥാനാർത്ഥികൾ. ഇത് മനസ്സിലാക്കാതെ LDFൻ്റെ ഉറച്ച സീറ്റ് ഞാൻ കൊണ്ടുപോയി കളഞ്ഞു എന്ന് പറയുന്നത്, അത് എങ്ങനെ തോറ്റു എന്നുള്ളത് CPM അന്വേഷണം നടത്തിയിട്ടുണ്ടല്ലോ, അവർ ചില നടപടികൾ എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അറിയാലും എങ്ങനെയാണ് തോറ്റതെന്ന്. അപ്പോൾ UDFൻ്റെ ഉറച്ച സീറ്റാണ് കൽപ്പറ്റ. അതാദ്യം ഈ പറയുന്ന അധിക്ഷേപിക്കുന്ന ആൾക്കാരൊന്ന് ചരിത്രം പഠിക്കുന്നത് നല്ലതാണ്. ചരിത്രബോധമില്ലാതെ എന്തും വിളിച്ചു പറയാമെന്നുള്ള രീതിയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. ആദ്യം കൽപ്പറ്റയുടെ ചരിത്രം ഒന്ന് പഠിക്കട്ടെ, എന്നിട്ട് പറയൂ. അത് വേട്ടയായിട്ട് അതുകൊണ്ടൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമില്ല. അതിപ്പോൾ അന്ന് ഞാൻ പറഞ്ഞപ്പം മരിച്ചു അച്ഛനെ കുറിച്ച് പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അതിനെക്കുറിച്ചാണ് എഴുത്ത്. അപ്പോൾ ഇന്നലെ ആരോ എഴുതി മറ്റേ ഏതോ ചങ്ങ വളരെ മോശമായിട്ട് ചത്ത വീരൻ്റെ നാട്ടിലാണോ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് സംസ്കാരമില്ലാത്തവരങ്ങനെ ചെയ്യും. സംസ്കാരശൂന്യരോട് എന്തിനാണ് ഞങ്ങൾ മറുപടി പറയുന്നത്? അച്ഛനും അമ്മയൊക്കെ തെറി പറയുന്ന സംസ്കാരശൂന്യരായ ആൾക്കാർ, അവരെ പ്രോത്സാഹിപ്പിക്കുന്നവർ പ്രോത്സാഹിപ്പിക്കട്ടെ. ആ പ്രോത്സാഹിപ്പിക്കുന്നവർക്ക് ആ സംസ്കാരമുള്ളൂ എന്ന് മനസ്സിലാക്കിയാൽ മതി. കോഴിക്കോട് സീറ്റ് നഷ്ടപ്പെട്ടപ്പോൾ 2009 മുന്നണി വിടുമ്പോൾ അന്ന് താങ്കളുടെ പിതാവ് പറഞ്ഞത് പിണറായി താങ്കൾ ചവിട്ടി പുറത്താക്കുന്നു എന്നുള്ളതാണ്. അതേ രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് എത്തിയോ? ചവിട്ടി പുറത്താക്കുന്ന രീതിയിലേക്ക്, അപമാനിച്ച് പുറത്താക്കുന്ന രീതിയിലേക്ക് എത്തിയോ? ഞാൻ കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങൾ ഓരോന്ന് എന്താ പറയുക, ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ, ഞാനും ഈ മേഖലയല്ല പ്രവർത്തിക്കുന്നത്, കുറച്ചൊക്കെ എനിക്ക് പറയാം. ഇപ്പോൾ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടി ഒരു അനാവശ്യമായ ചോദ്യങ്ങളൊന്നും വേണ്ട. അല്ല, അത് ആലോചിക്കേണ്ടത് ഞങ്ങൾ 2009 നമ്മൾ മാറി. 2009 ഞങ്ങൾ മാറി. പിന്നെ കോഴിക്കോട് സീറ്റോ വടകര സീറ്റോ LDFന് ജയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നത് നല്ലതാണ്. നമ്മൾ തിരിച്ചു വന്നിട്ട് പോലും അതിന് സാധിച്ചിട്ടില്ല. രാഷ്ട്രീയ സാഹചര്യങ്ങൾ വേറെ ആയിരുന്നു. വോട്ട് ബാങ്ക് തിരിച്ചു വന്നില്ല എന്നുള്ള 2019-ലും 2024-ലും രാഷ്ട്രീയ സാഹചര്യം വളരെയധികം മാറിപ്പോയി. അതാണ് കാരണം. ഞങ്ങളെ വോട്ട് തിരിച്ചു വരാത്തതുകൊണ്ടല്ല, അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയി. പക്ഷേ മനസ്സിലാക്കേണ്ടത്, പിന്നെ ഈ
തെരഞ്ഞെടുപ്പുകളിൽ ഇപ്പോൾ 4 തെരഞ്ഞെടുപ്പായി അതിൽ 4ലും വിജയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. അന്ന് പിണറായി വിജയനാണ് അതിന് കാരണക്കാരെന്ന് അദ്ദേഹം വ്യക്തമായി പറഞ്ഞിരുന്നു. ഇന്ന് ഈ അവഗണനയുടെ കാരണക്കാരൻ പിണറായി വിജയനാണ്. നിങ്ങൾക്ക് ഇപ്പം എന്താ വേണ്ടത്? ഞാൻ ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലും പറഞ്ഞത് നിങ്ങൾക്കൊരു വാർത്ത സൃഷ്ടിക്കണം, അത്രയല്ലേ ഉള്ളൂ. ആരാണ് ഇതിന് തടസ്സം നിൽക്കുന്നുണ്ടാവുക? ഞങ്ങൾ ഉന്നയിക്കുന്ന വളരെ അനുഭാവപൂർണ്ണമായ സമീപനമായിരുന്നു. പക്ഷേ പിണറായി ആ രീതിയിലല്ല. മുഖ്യമന്ത്രിയായിട്ട് എനിക്ക് നല്ല ബന്ധമുള്ളത്. അദ്ദേഹം ഞാൻ എപ്പോൾ കാണണമെന്ന് പറഞ്ഞാൽ എന്നെ കാണാറുണ്ട്, വളരെ മാന്യമായിട്ട് സംസാരിക്കാറുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഇതാണെന്നൊന്നും ഞാൻ പറയില്ല. ഇടതുപക്ഷത്തിലെ തീരുമാനം വരുമ്പോൾ എന്തോ ഈ രീതിയിൽ അവഗണന വരുന്നു എന്നുള്ളത് ഞാൻ പറയുന്നു. ഈ JDS-ന്റെ വിഷയം ഈ മുന്നണിയിൽ ശക്തമായിട്ട് ഉന്നയിക്കാറുണ്ട്. ഈ NDA-യുടെ ഭാഗമായി ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, ഇതിനേക്കാളും കൂടുതൽ എന്താ പറയേണ്ടത്? ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ. ഞങ്ങളെല്ലാവരും ക്ഷണിക്കുന്നുണ്ട്. ഞങ്ങൾ എല്ലാവരും ക്ഷണിക്കുന്നുണ്ട്. അങ്ങനെ എന്താ ആർക്കും ആവശ്യമില്ലാത്ത പാർട്ടിയൊന്നുമില്ല ഞങ്ങൾ. NDA ഞങ്ങൾ ക്ഷണിച്ച ഞങ്ങൾ ഫോൺ പോലും ഞങ്ങൾ എടുക്കില്ല. നിങ്ങളെന്താ മനസ്സിലാക്കുക? അല്ല നിങ്ങളെന്താ നിങ്ങൾ അല്ല ഒരു കാര്യം നിങ്ങളും മനസ്സിലാക്കണം. നിങ്ങളൊന്ന് ചരിത്രം പഠിക്കണം. ഈ സോഷ്യലിസ്റ്റ് നേതാക്കൾ കേരളത്തിൽ MP വീരേന്ദ്രകുമാർ, അരവിന്ദ് ശ്രീധരനാണ്, ചന്ദ്രശേഖരൻ, PR കുറുപ്പൊന്നും ഒരിക്കലും BJP ആയിട്ട് കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് ഞങ്ങളാരല്ലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ നിതീഷ് കുമാറിന്റെ കാര്യം എനിക്ക് പറയാൻ പറ്റുമോ? ഞങ്ങൾക്കങ്ങനെ പിന്നെന്താ ഡിമാൻഡ് കുറവൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. UDF-ൽ നിന്നും ക്ഷണം ശക്തമാണെന്ന് പറയുന്നു. ഇനിയും ഈ അവഗണന തുടർന്നാൽ ആ ക്ഷണം സ്വീകരിക്കുക. നിങ്ങൾ എന്തിനാ ഇങ്ങനെ? ഞാൻ കാര്യങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞുകൂടെ. പിന്നെ നിങ്ങൾ മുന്നറിയിപ്പായിട്ട് LDF എടുക്കണം. ഞാൻ പറഞ്ഞത് മുന്നറിയിപ്പും ഭീഷണിയൊന്നുമല്ല, ഞങ്ങളെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. അത് മാന്യമായി അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഭീഷണിപ്പെടുത്തി അതിനൊന്നും അങ്ങനത്തെ രീതിയൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കറിയില്ല. ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ കേട്ടാണെങ്കിൽ ആ വിവരം എന്താ പറയുക എന്നെ അറിയിച്ചതിന് നന്ദി. ഞാൻ തന്നെ LDF കഴിഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾ മന്ത്രി പദവി തന്നെയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ പദവി എന്നുള്ളതല്ല ഇതിൻ്റെ പ്രശ്നം. ഇപ്പോൾ ഞങ്ങൾ MLA ഇല്ലാതെ 5 വർഷം ഇവിടെ പിടിച്ചിരുന്ന ആൾക്കാരാണ്. ഒരു MLA പോലും ഇല്ലാതെ, ഒരു കോട്ടവും തട്ടാതെ പിടിച്ചിരുന്ന ആൾക്കാരാണ്. പാർട്ടിക്ക് അംഗീകാരം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോഴാണ് പാർട്ടിക്കാർക്ക് അഭിമാനം ഉണ്ടാവുക. ഞങ്ങളെ പാർട്ടി അംഗീകരിച്ചു. അത് വ്യക്തി അധിഷ്ഠിതമായിട്ടല്ല. അത് പാർട്ടിക്ക് ഒരു നല്ല അംഗീകാരം കിട്ടുമ്പം അത് അഭിമാനിക്കുക. ഞങ്ങളെക്കാൾ ഏറെ ഞങ്ങൾ സാധാരണ പ്രവർത്തകരാണ്. അവർക്കാണ് ഈ അവഗണനയിൽ ഏറ്റവും വലിയ വിഷമമുള്ളത്. അത് അഡ്രസ്സ് ചെയ്യാതിരിക്കാൻ പറ്റുമോ എനിക്ക്? എന്തായാലും ഒരു മന്ത്രി മാറണമല്ലോ. ആ സമയത്ത് പരിഗണിക്കാമല്ലോ. ഈ നേരത്തെ ചെയ്ത ഫോർമുല പകുതി എന്ന നിലയ്ക്ക് ഞങ്ങൾക്കും തരാമല്ലോ മന്ത്രിസ്ഥാനം. അല്ല, ഞങ്ങൾക്ക് തന്നെ അർഹത ഇല്ലാത്ത എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്.